ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൻ്റെതാണ്. നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലപ്പൊടി ഏത് പാത്രത്തിലാണോ എടുത്തത് അതിൻ്റെ നേരെ പകുതി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതലാവരുത്, 1 നുള്ള് മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് മുന്നേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഈ ഒരു ലൂസിലാക്കി എടുക്കുക. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു ജ്യൂസ് അരിപ്പയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എണ്ണ കയ്യിലാവാതെ ശ്രദ്ധിക്കണം. കുറച്ച് മുകളിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയും വേണം. ഇനി ഇത് നന്നായിട്ട് തന്നെ കറുമുറ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി അങ്ങനെ മുഴുവനും പൊരിച്ചെടുത്തതിന് ശേഷം 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. കുറച്ച് നിരക്കടലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും എണ്ണയിൽ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് മിക്സറിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറുമുറ കഴിക്കാൻ പറ്റിയ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.